ബംഗ്ലാദേശ് ഇഷ്യൂ കൈവിട്ടു പോവുകയാണ്. കൈവിട്ടു പോകുന്നത് പറയുന്നത് അതിൻ്റെ ജെൻസി നേതാവ് കൊല്ലപ്പെട്ടു, സീരിയസ്ലി ഇഞ്ചേർഡ് ആയിരുന്നു. എന്നിട്ട് സിംഗപ്പൂരിൽ കൊണ്ടുപോയി അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. പിന്നീട് പ്രശ്നം മുഴുവനും അങ്ങ് മാറി. നേരത്തെ ഢാക്കയിലുള്ള ഇന്ത്യൻ എംബസിക്കെതിരെയായിരുന്നു പ്രശ്നം. ലോങ് മാർച്ച് വരുന്നു, അത് ഏകദേശം 100 മീറ്റർ ദൂരെ വെച്ച് അവിടുത്തെ പോലീസ് തടയുന്നു. എന്നിട്ടും പോലീസ് ഒരാളെ പോലും അറസ്റ്റ് ചെയ്തില്ല. എന്നിട്ട് എന്താ ഉണ്ടായത്? അതിൻ്റെ ലീഡർ പറഞ്ഞു, അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരും, ഇത് തല്ലിപ്പൊളിക്കും. അതായത് ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ മിഷനും അവിടെ പാടില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞു, ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്യുന്നവർ പുറത്തോട്ട് പോകുന്നില്ല. ഇന്ത്യക്കാരെ എവിടെ കണ്ടാലും ആക്രമിക്കുകയാണ്. അപ്പം ആലോചിച്ച് നോക്കണം, ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഹിന്ദുക്കൾ മാത്രമല്ല, ക്രൈസ്തവരെ ആക്രമിക്കുകയാണ്. അതാണ് വല്ലാത്ത രീതിയിൽ പോകുന്നത്. ക്രൈസ്തവ പള്ളികൾ ആക്രമിക്കുന്നു, ഹിന്ദു അമ്പലങ്ങൾ ആക്രമിക്കുന്നു. അതേപോലെ ആൾക്കൂട്ടം, ഒരു ദിബാന്തർ എന്ന് പറഞ്ഞ ഒരാളെ ആൾക്കൂട്ടം ഇന്ന് ശരിക്കും മർദ്ദിച്ചു. എന്നിട്ട് ഒരു കല്യാണം നടക്കുകയാണ്, അതിൻ്റെ റിസപ്ഷൻ നടക്കുകയാണ്. അങ്ങോട്ട് ഒരു കൂട്ടർ കയറി ചെന്നിട്ട് ഹിജാബ് ഇടാത്ത പെണ്ണുങ്ങൾ അവരെ ആക്രമിക്കുന്നു. അതായത് ഈ കൂട്ടങ്ങൾ തന്നെ, അതായത് കംപ്ലീറ്റ് തീവ്രമായ ഇസ്ലാമിക വികാരമൊക്കെ കയറി ഇന്ത്യക്കെതിരെ. ആലോചിച്ച് നോക്കണം. അത് ഇന്നലെ ഏകദേശം ഢാക്കയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ ഈ മരണം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനുശേഷം ഇന്ത്യൻ കോൺസുലേറ്റുകൾ 7ഓളം ഇന്ത്യൻ കോൺസുലേറ്റുകൾ അടച്ചുപൂട്ടി. അതിൻ്റെ മുമ്പിൽ മുഴുവനും പ്രശ്നം. ഇന്ത്യൻ കോൺസുലേറ്റ് കല്ല് പിറക്കി എറിയുന്നു, ഇന്ത്യൻ ഹൈക്കമ്മീഷൻ താമസിക്കുന്ന വീടിനെറിയുന്നു. ഇന്ത്യ ഈ 60 വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്നൊരു സ്കൂളാണ് നളന്ദ സ്കൂൾ. ഫേമസ് സ്കൂളാണ്, ഏറ്റവും കൂടുതൽ ഹിന്ദു കുട്ടികളാണ് പഠിക്കുന്നത്. ആ സ്കൂൾ കത്തിച്ചു. അതേപോലെ അവിടെ ഏറ്റവും പൗരാണികമായ ഇന്ത്യൻ സംസ്കാരത്തിലൊരു ക്ലബുണ്ട്, അത് കത്തിച്ചു. ഇതാണ് സ്ഥിതി. ഇതാണ് ഞാൻ ഈ പറയുന്നത്, ചില സന്ദർഭങ്ങളിൽ പറയുന്നത്, ഇന്ത്യയുടെ ചില പോളിസികളൊക്കെ കറക്റ്റായിട്ട് ഈ പറയുന്ന ബംഗ്ലാദേശിനെ മോണിറ്റർ ചെയ്ത് പരാജയപ്പെട്ടു. മനസ്സിലാക്കും, ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പാകിസ്ഥാൻ ഉണ്ടാക്കിയെടുത്ത സംഭവമാണ് അടുത്ത ഫ്രണ്ട്, അതായത് ബംഗ്ലാദേശ്. അതുകൊണ്ടാണ് അവർ പല ആവർത്തി പറഞ്ഞിട്ടും നമ്മളിത് സീരിയസ് ആയിട്ട് എടുത്തില്ല. എന്നിട്ട് പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയയും അവിടുത്തെ പത്രങ്ങളും ഞാൻ എടുത്തു നോക്കി. അവർക്ക് വല്ലാത്ത ആഹ്ലാദം. കാരണം ഈ കാശ്മീരിൽ നിന്ന് കോൺസെൻട്രേഷൻ മുഴുവൻ അങ്ങോട്ടങ്ങ് പോയി. ഹ്യൂജ് ബോർഡറാണ്, ഫെൻസിങ് ഇല്ലാത്ത ബോർഡറാണ് ഏറ്റവും കൂടുതൽ. ഇതാണ് സ്ഥിതി. ഇന്ന് ഇന്ത്യൻ മീഡിയ മുഴുവനും ബംഗ്ലാദേശിനെ പറ്റി പറയുന്നു. ഞാനൊരു 4-5 ദിവസം മുമ്പ് നേരത്തെയും പറഞ്ഞിരുന്നു, ഇത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത സംഭവമാണ് ഈ ബംഗ്ലാദേശ് ഇഷ്യൂ. അതിനകത്ത് പല കാരണങ്ങൾ എണ്ണി പറഞ്ഞിരുന്നു. അതായത് ഇത്രമാത്രം ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ ഇല്ലീഗലായിട്ടുണ്ട്. ഈ പെട്ടെന്ന് SIR എന്ന് പറഞ്ഞ സംഭവം കയറി എടുത്തു കഴിയുമ്പോൾ അത് പ്രൊവോക്ക് ചെയ്യും. എന്നാൽ ഈ പാകിസ്ഥാന്റെ ഗെയിം മനസ്സിലാക്കുക. ആ ഗെയിമിനകത്തുണ്ടായ സംഭവമാണ് ഇസ്ലാമിക സാധനം കത്തുവാണത്. ഇന്ത്യക്കെതിരെ സ്ഥിരം ഇന്ത്യക്കാരെ ഷോപ്പുകൾ തുറക്കാൻ പറ്റത്തില്ല, ഷോപ്പ് അടിച്ച് പൊളിക്കുന്നു. ഞാനീ പറഞ്ഞു ഇന്ത്യക്കാരെന്ന് വെച്ചാൽ അവിടുത്തെ ബംഗ്ലാദേശി സിറ്റിസൺ തന്നെ ഇന്ത്യൻ ഒറിജിൻ, ഹിന്ദു, ക്രിസ്ത്യൻസ്, അവരൊക്കെ പറയുന്നത് അവരെല്ലാം ബംഗ്ലാദേശിനെതിരെ, അവരൊക്കെ ഇസ്ലാമിനെതിരാണ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? എത്ര നാളിതിങ്ങനെ പോകാൻ പറ്റും? അതായത് ബംഗ്ലാദേശിൽ നടക്കുന്ന എന്ത് ഇഷ്യൂ പ്രധാനമായിട്ട് നോക്കേണ്ടത് അത് ഇന്ത്യയെ ബാധിക്കുന്ന ഇഷ്യൂ ആണ്. പാകിസ്ഥാനിൽ നടക്കുന്ന എല്ലാ ഇഷ്യൂ ഇന്ത്യയെ ബാധിക്കാറില്ല. പക്ഷെ ബംഗ്ലാദേശിൽ നടക്കുന്ന എല്ലാ ഇഷ്യൂ ഇന്ത്യയെ ബാധിക്കും. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഇഷ്യൂ ഇന്ത്യയുടെ കൺസേൺഡ് ആണത്. അപ്പം അവിടെയാണ് ഞാൻ പറഞ്ഞത് ഡിപ്ലോമാറ്റിക് കൊളാപ്സ് ഉണ്ടായി. അതായത് നമ്മൾ അവരെ എത്രമാത്രം പ്രോപ്പറായിട്ട്, അതിൻ്റെ അത് ശരിക്കും ഇൻ്റലിജൻസ് സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കണം.
എങ്ങനെയാണ് ഇത് തിരിയുന്നത്, ആരാണ് ഇതിന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ആരാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത്, എന്താണ് ഇവരുടെ ഉദ്ദേശം? 22 പ്രാവശ്യം പാകിസ്ഥാൻ പട്ടാള ഓഫീസേഴ്സും അവിടുത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്ററും ബംഗ്ലാദേശിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നില്ല നമ്മളിത് കാര്യമായിട്ടെടുത്ത് ചെറിയൊരു വാർത്ത കൊടുത്തു അങ്ങ് പോയി പത്രങ്ങൾ. പക്ഷെ അത് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. എന്തുകൊണ്ടാണ് 60 വർഷം പഴയതായിട്ടുള്ള ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 50 വർഷമായുള്ളൂ. 1971 ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ 60 വർഷമുള്ള അതിപുരാണമായ ഇന്ത്യൻ ശില്പകലയിൽ നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ഈ നളന്ദ എന്ന് പറഞ്ഞ ആ സ്കൂളും ഇന്ത്യൻ ക്ലബും ഒക്കെ ചേർന്ന സംഭവം. അതിനകത്ത് അമ്പലമൊക്കെ ഉണ്ട്. അത് കത്തിച്ചു. ആലോചിക്കുക. അതായത് ഡയറക്റ്റ് ഇന്ത്യക്കാർക്ക് തന്നെ അസോൾട്ടാണ് ഈ നടക്കുന്നത്. അതിന് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് അവിടെ പോയി ബോംബിട്, ഇവിടെ പോയി ബോംബിട്, ഇന്ത്യൻ പട്ടാളത്തെ അങ്ങോട്ടേക്ക്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റും. അവിടെ ചെന്ന് ബോംബിട്, ഇന്ത്യൻ പട്ടാളക്കാരെ അങ്ങോട്ടയക്ക്. ഇതൊക്കെ വലിയ ഇഷ്യൂ ആണ്. അവരുടെ ഡിമാൻഡ് എന്തുവാ? ഇന്ത്യ ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ വേണ്ടാതെ അവരുടെ പൊളിറ്റിക്സിൽ ഇടപെട്ടു. ഇതേപോലെ ഇഷ്യൂ ആയിരുന്നു നേപ്പാളിൻ്റെ. അവിടെ ഇന്ത്യക്കാർ ഇന്ത്യൻ പത്രക്കാരെ, ഇന്ത്യൻ രജിസ്ട്രേഷനുള്ള വണ്ടികൾ, കാറുകൾ, ബസ്സുകൾ അങ്ങോട്ട് പോകാൻ നേരത്തെ അവരെ പിടിച്ചു നിർത്തി അവരെ ഉപദ്രവിക്കുന്നു. നമ്മുടെ ഏറ്റവും സൗഹൃദമായ 2 രാജ്യങ്ങൾ, നമ്മുടെ സപ്പോർട്ടില്ലാതെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് അവർക്ക് എല്ലാ സപ്പോർട്ടുമായിട്ട് പാകിസ്ഥാനുണ്ട് ഒരു സൈഡിൽ ചൈനയുണ്ട്. ഇതാണ് സ്ഥിതിവിശേഷം. അപ്പൊ ഇത് ആരുടെ പാളിച്ചയാണ്? ഇത്രയും വർഷവുമായിട്ട് തുടർന്ന് വരുന്നൊരു ബന്ധം. ഈ ഷെയ്ഖ് ഹസീനയുടെ ഇഷ്യൂ ആണെങ്കിൽ ഇന്ത്യയിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇവരെ അങ്ങ് വേറൊരു രാജ്യത്തൊക്കെ പറഞ്ഞു വിട്ടാൽ മതി. അവര് ഇന്ത്യയെ തന്നെ നിർത്തണമെന്ന് എത്ര ആഗ്രഹം എന്താ? അതായത് അവിടെ നടക്കുന്ന പൊളിറ്റിക്സും അവിടെ നടക്കുന്ന മാറ്റവും അത് നമ്മൾ ഉൾക്കൊള്ളണം. ഷെയ്ഖ് ഹസീന അവിടെ ഹൈലി കറപ്റ്റഡ് ആയിരുന്നു, ഭയങ്കര നെപ്പോട്ടിസം ആയിരുന്നു, ഭയങ്കര ഹിപ്പോക്രാറ്റിക്, വളരെ ഓട്ടോക്രാറ്റിക്കുമായിരുന്നു ആ സ്ത്രീ. അതായത് ഇലക്ഷൻ അട്ടിമറിച്ചു എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അപ്പം അങ്ങനെ ഒരു വന്ന സംഭവം കുറച്ച് നാൾ നിൽക്കുക, അതിനുശേഷം മറ്റുള്ള രാജ്യത്തോട്ട് പറഞ്ഞു വിടുക. എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ട് അവരെ അക്സെപ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് അമേരിക്ക അവരെ അക്സെപ്റ്റ് ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ് മറ്റു പല രാജ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക? ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ രാജ്യത്തോട്ടൊക്കെ പറഞ്ഞു വിടുക. ഇതാണ് ഇന്ത്യ ചെയ്യേണ്ടിയിരുന്നത്. ഇതേപോലെ ഇനി നേപ്പാള്, അവിടെ എന്താ, അവിടെ അയാളും കയറി ഇന്ത്യ ഒന്ന് രഹസ്യമായിട്ടുള്ള താമസിക്കുക. എവിടോ പോയ സാധനം നമ്മൾ എടുത്തു വെച്ച് നമ്മളിന്ന് അനുഭവിക്കുക, ഓരോ ഇന്ത്യക്കാരനെ അനുഭവിക്കുക. ഇതാണ് ഈ പറയുന്നത് ഡിപ്ലോമസിയിലെ ചില പാളിച്ച. കാരണം അവിടെയുള്ള പൊളിറ്റിക്കൽ ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗ് മത്സരിക്കുന്നില്ല. കാരണം അവരുടെ നേതാക്കന്മാർക്ക്, അവരുടെ പൊളിറ്റീഷ്യൻസ്മാർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അത് പുതിയൊരു ജനറേഷൻ വന്നു. ആ ജനറേഷൻ തീവ്രമായ ടോക്സിക് കയറി ഇസ്ലാമിക റാഡിക്കൽ ഇസ്ലാമുമായിട്ട് ബന്ധമുള്ളവരാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യും, അതാണ് പ്രധാന ഇഷ്യൂ. എങ്ങനെ ടാക്കിൾ ചെയ്യും? അത് ഇന്ത്യയുടെ ബോർഡറാണ്. ബോർഡർ എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർ അവിടെയുള്ള ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ കയറി താമസിക്കുകയാണ്. അത് ഇങ്ങോട്ട് വരാൻ വേണ്ടി പാകിസ്ഥാൻ ഈ പറയുന്ന പോലെ വലിയ ടാസ്ക് ഒന്നുമില്ല. എത്രയോ പ്രാവശ്യം അവരുടെ പബ്ലിക് സ്റ്റേജിൽ പറഞ്ഞു 50 ലക്ഷം പേരെ ഞങ്ങൾ ഇന്ത്യയിലോട്ട് മാർച്ച് ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക. ഇന്ത്യക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 3, 4, 5 മാസമായിട്ട് ഭയങ്കര ക്യാമ്പയിൻ നടക്കുന്നു. അവിടുത്തെ പത്രങ്ങൾ എഴുതുന്നു. നമ്മളെ അനുകൂലിച്ച പത്രം, അവാമി ലീഗിനെ അനുകൂലിച്ച പത്രം ഓഫീസ് ഉൾപ്പെടെ 2ഓളം പത്രങ്ങൾ കത്തിച്ച് ഊരെ കളഞ്ഞു, ഓഫീസ് ഉൾപ്പെടെ. അപ്പൊ അവിടെയുള്ള ജനങ്ങൾക്ക്, അവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാർ ഈ അക്രമം നടത്തുന്നവർക്ക് അവരെന്തും നടത്തും. അപ്പൊ അതിനകത്ത് നമ്മൾ അതിൻ്റെ അകത്തൊരു പാർട്ടാകരുത്. ഇതാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഒരു ബിഗ് ബ്രദറാണ് ഇന്ത്യ. ഒരു വലിയ രാജ്യമാണ് ഈ രാജ്യങ്ങളുടെ ഇടയ്ക്ക്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ. ആ ബിഗ് ബ്രദറിനൊരു റോളുണ്ട് എപ്പോഴും. അതായത് സ്വന്തമായിട്ടങ്ങ് തീരുമാനിക്കുമല്ല, അന്ന് അവരോട് താമസിക്കട്ടെ, അവിടെ നിന്ന് കിടക്കും, ഞങ്ങൾക്കൊരു കുന്തമില്ല, വിചാരിച്ചു ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമെന്ന്.
ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 7 ഇന്ത്യൻ കോൺസുലേറ്റുകൾ അടച്ചു പൂട്ടുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബംഗ്ലാദേശിൽ ഇന്ത്യൻ എംബസി, അത് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ കല്ലെറിയുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രമാത്രം ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെയും കോൺസുലേറ്റിലെയും ജോലിക്കാർ പുറത്തോട്ട് പോകാൻ പറ്റാത്തത്. അവിടെ ഹിന്ദു പെൺകുട്ടികളാണെങ്കിലും കുട്ടികളാണെങ്കിലും സ്കൂളിൽ പോകുന്ന അവർക്ക് പോകാൻ പറ്റുന്നില്ല. ഇതാണ് പറയുന്നത്, ഇഷ്യൂ ഉണ്ട്. ലോകം തീരുന്നിടം വരെ എത്രമാത്രം മുന്നോട്ട് പോയാലും ലോകത്തെല്ലായിടത്തും ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂവിനെ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യും, അതാണ് വിദേശ നയം എന്ന് പറയുന്നത്. അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ഇഷ്യൂവിൽ അവിടെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അതാണ് ഫെയിലിയർ ആയെന്ന് ഞാൻ പറയുന്നത്. അത് മോദി ഗവൺമെന്റിന്റെ ഫെയിലിയറാണ്, ജയശങ്കറിന്റെ ഫെയിലിയറാണ്. എന്തുവാണ് നമ്മളിത് ഫോർകാസ്റ്റ് ചെയ്തത്? അതിനിടയ്ക്ക് ഇവിടുത്തെ പത്രങ്ങളിൽ പറയും നമ്മൾ ബംഗ്ലാദേശിനെ 4 ആക്കുന്നു, പാകിസ്ഥാനെ 5 ആക്കുന്നു, അവരെ 10 ആക്കുന്നു. നോൺസെൻസാണ് ഇതൊക്കെ പറയുന്നത്. അത് ആക്കുവാണെങ്കിൽ ആക്കി കഴിഞ്ഞ ശേഷം ആക്കി എന്ന് പറയാം. വല്ലതും ആക്കാൻ പറ്റുമോ? ഈ പറയുന്ന പോലെ അത്ര ഇതാകുന്നു. ആക്കിയേനെ ഈ പാകിസ്ഥാനെ 3, 4 ഒക്കെ ആക്കാൻ പറ്റിയേനെ. ഓപ്പറേഷൻ സിന്ദൂർ നടന്നില്ലായിരുന്നുവെങ്കിൽ. അത് കഴിയുമ്പോൾ പാകിസ്ഥാൻ ഒരു അപ്പർ ഹാൻഡായി. ഇങ്ങനെയുള്ള സംഭവം നടക്കുന്നു, ബലൂച്ച് ഇഷ്യൂ, പാകിസ്ഥാൻ താലിബാനെ ഇന്ത്യ സഹായിക്കുന്നു, അവരെ നടക്കുന്നു. അപ്പം അതിൻ്റെ അതൊരു സീസ്ഫയർ അഗ്രിമെന്റിനകത്ത് വന്നിരിക്കുന്ന ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്യരുത്. അതുകൊണ്ടാണ് അവിടെ ഒരു സ്ഫോടനം നടന്നു കഴിയുമ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇന്ത്യ പെട്ടെന്ന് നിഷേധിക്കുന്നു. അതായത് അവർ ഇങ്ങോട്ട് ചെയ്തില്ല, നമ്മൾ അങ്ങോട്ടും ചെയ്യരുത്. ഈ രീതിയിലാണ് സീസ്ഫയർ വന്നിരിക്കുന്നത് എൻ്റെ അറിവിൽ. കാരണം ആ ഓപ്പറേഷൻ നിലച്ചു. അതാണ് ഞാൻ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്ക് സെറ്റ് ബാക്ക് ഉണ്ടായി. കാരണം നമ്മൾ സിമ്പിളായിട്ട് അജ്ഞാതന്മാരെ ഉപയോഗിച്ച് ഇമാരെ ഒത്തിരി പേരെ തട്ടി. ആ ഓപ്പറേഷൻ കഴിഞ്ഞ 9 മാസമായിട്ട് നിങ്ങൾ കേട്ടോ ഒരെണ്ണമെങ്കിലും. ഇപ്പം ബലൂച്ചിൽ അവർക്ക് പഴയ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ പറഞ്ഞിരിക്കുകയാണ് അവരെ സപ്പോർട്ട് ചെയ്യത്തില്ലെന്ന്. അതേപോലെ തന്നെ അറബ് രാജ്യങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ പാകിസ്ഥാൻ താലിബാനെ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. അപ്പോൾ പലത് പ്രശ്നമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചിലയിടത്തൊക്കെ അട്ടർ ഫെയിലിയർ ആയിപ്പോയി. അണ്ടർ കവർ ഓപ്പറേഷൻ പലയിടത്തും നമ്മൾ ചെയ്ത് വിജയിച്ചേനെ. ഇനി ആ ഒരു സംഭവം ഇല്ലാതായി. ഇനി അത് ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ അഡ്വാൻറ്റേജ് ആണോ, നേടിയോ, കോട്ടമാണോ, എഡ്ജാണോ, നമുക്ക് അപ്പർ ഹാൻഡ് ഉണ്ടോ, ഡോമിനേറ്റ് ചെയ്തോ, ഇതൊക്കെ ഓരോ ദിവസങ്ങൾ വരുമ്പോഴാണ് വിലയിരുത്തുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രമാത്രം കയറി ബംഗ്ലാദേശിൻ്റെ അവാമി ലീഗും ഷെയ്ഖ് ഹസീനയും വന്നതിന് ശേഷം പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇത്രമാത്രം അടുക്കുമ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അറിയത്തില്ലായിരുന്നു ഇത് ഇത്ര പ്രശ്നമുണ്ടാകുമെന്നുള്ള സംഭവം. അറിയാം. അതിനെന്ത് റെമഡിയാണ് എടുത്തത്? യൂനിസ് ഖാൻ ഒരു പ്രാവശ്യം കണ്ടാൽ മതിയോ? ഒരു പ്രാവശ്യം പാകിസ്ഥാൻ ബംഗ്ലാദേശിൻ്റെ മന്ത്രി കഴിഞ്ഞിടയ്ക്ക് ഇന്ത്യ വന്നിട്ട് ഒരു 1.5 മാസം മുമ്പ് എന്തുകൊണ്ട് അവരെ കോൺഫിഡൻസിൽ എടുക്കാൻ സാധിച്ചില്ല? ഇന്ത്യ ബംഗ്ലാദേശ് പട്ടാളവുമായിട്ട് സ്ഥിരം എക്സർസൈസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് നിർത്തി. എങ്ങനെയാണ് ഈ ബംഗ്ലാദേശി പട്ടാളക്കാരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പാകിസ്ഥാനിൽ നിന്ന് ആൾക്കാരെ വന്ന് ട്രെയിൻ ചെയ്യുന്നത്? ഇതൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഈ ചേഞ്ചസ് പോലും പ്രോപ്പറായിട്ട് ഇന്ത്യ ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കിയില്ല. വെറുതെ തള്ളും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബംഗ്ലാദേശ് ചെറിയ രാജ്യമാണ്. അവർക്ക് ഇന്ത്യയുടെ പോലെ ആയുധ ശക്തിയോ മിലിറ്ററിയോ മൈറ്റി പവറൊന്നുമില്ല. പക്ഷെ അവർക്കത് ഈ പറയുന്ന ഇസ്ലാമിക റാഡിക്കൽ ടോക്സിക് അത് കയറ്റാനും പാകിസ്ഥാനെ കൊണ്ട് സഹായിക്കാനും, അതേപോലെ തന്നെ ഈ നോർത്ത് ഈസ്റ്റിൽ അവർ ഈ ബംഗ്ലാദേശികളെ കൊണ്ട് നോർത്ത് ഈസ്റ്റിന് ഇന്ത്യക്കെതിരെ പറയിക്കാനും ചെയ്യിപ്പിക്കാനും ട്രെയിനിങ് കൊടുക്കാനും അതിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് അരുണാചൽ ആ സപ്പോർട്ടായിട്ട് ചൈനയെ കൊണ്ടും ഇതൊക്കെ നോക്കി കാണേണ്ട ഇഷ്യൂ ആണ് ഈ നോർത്ത് ഈസ്റ്റും ഈ ചിക്കൻ നെക്കും എന്നൊക്കെ പറയുന്നത്. അതെല്ലാം കഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതെല്ലാം ഞങ്ങൾ നേടി. ഇപ്പൊ ആരും പറയുന്നില്ലേ ബംഗ്ലാദേശിനെതിരെ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ഇന്ത്യക്ക് പറ്റിയിട്ടില്ല. കാരണം എന്താ, കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് പ്രകോപനമാവും, എസ്കലേറ്റ് ചെയ്യും. ഇത്രയും പ്രശ്നമുണ്ടായിട്ട് ഇന്ത്യൻ സ്കൂൾ കത്തിക്കുന്നു, ഇന്ത്യയിലെ ഹിന്ദുക്കളായ ഇന്ത്യൻ ഒറിജിൻ ഹിന്ദുക്കളെ ആക്രമിക്കുന്നു, ഇന്ത്യൻ ഒറിജിൻ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു.
അമ്പലങ്ങളെ ആക്രമിക്കുന്നു, ഇന്ത്യക്കാർക്ക് പുറത്തിറങ്ങാൻ വയ്യ, 7ഓളം ഇന്ത്യൻ കോൺസുലേറ്റുകൾ അടച്ചുപൂട്ടി, അതിൻ്റെ മുമ്പിൽ ആക്രമം, പോലീസ് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കും. പോലീസിനും പട്ടാളത്തിനൊക്കെ ഒരു പരിധിയുണ്ട് എപ്പോഴും, അത് ആദ്യം മനസ്സിലാക്കുക. അതിൻ്റെ ഒന്നാമത്തെ തെളിവ് തന്നെയാണ് ഈ പറയുന്ന നേപ്പാള്. പോലീസുമുണ്ട് പട്ടാളമുണ്ട്, പക്ഷെ ജനം തെരുവിലത് കഴിയുമ്പോൾ അവർ നിസ്സഹായരായി. ഇത് തന്നെയാണ് ബംഗ്ലാദേശ്. പോലീസിനും പട്ടാളത്തിനും ഒരു റോളുണ്ട്. ജനം തെരുവിലിറങ്ങി അവർ നിസ്സഹായരായി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്, ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന് ഇടയ്ക്ക് ഇൻബിറ്റ്വീൻ എങ്ങനെയാണ് ഇത് ടാക്കിൾ ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്താണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യക്ക് ഇത് ഈസി ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഓരോന്നായിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഇത് റോഡിൽ കൂടെ പോയ സാധനത്തിൽ മറ്റേ കയ്യാലപ്പുറത്തിരിക്കുന്ന സാധനത്തെ എടുത്ത് കീഴേ വെച്ചെന്ന് പറഞ്ഞ പോലെ ആ ഒരു സംഭവമായിട്ട് ബംഗ്ലാദേശിനെ മാറ്റി. ഇന്ത്യക്കെതിരെ, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം, ഇന്ത്യ ഇത്രയും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യ, ആ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും ഇവിടെ എടുത്തുകൊണ്ട് പോകാൻ, അടച്ചുപൂട്ടാൻ ഇന്ത്യക്കാരിവിടെ വേണ്ട എന്നൊക്കെ പറയാൻ ബംഗ്ലാദേശിന് ധൈര്യം എവിടുന്നാണ് കിട്ടിയത്? എനിക്കറിയാൻ താല്പര്യമുണ്ട്. ഇന്ത്യയല്ല അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു, അതാണ് അവരുടെ പുതിയ മുദ്രാവാക്യം. ഈ രീതിയിൽ ആരാ കൊണ്ടുപോയത്? ഏതായാലും ഈ 10-11 വർഷം മുമ്പ് ഒരു ബംഗ്ലാദേശികളും എവിടെ ഇത് പറഞ്ഞിട്ടില്ല. അവർക്കതിന് ധൈര്യവും ഉണ്ടായിട്ടില്ല, ധൈര്യം ഉണ്ടായിട്ടേ ഇല്ല. കാരണം ആ രീതിയിലാണ് ഇന്ത്യ അതിനെ ടാക്കിൾ ചെയ്തത്. പക്ഷേ 10-11 വർഷം കൊണ്ടൊക്കെ കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് ഈ പ്രശ്നം മാറി. ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അവിടുത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. അവർ പോയി മനസ്സിലാക്കുക, ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു 5% ആൾക്കാർ പോലും ഇന്ന് ബംഗ്ലാദേശിലില്ല. അതാണ് ഏറ്റവും സഹതാപം എന്ന് പറയുന്നത്. ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 5% പോലും നേപ്പാളിലില്ല. അതാണ് ഏറ്റവും ദുഃഖകരമെന്ന് പറയുന്നത്. അവിടെ നേരത്തെ അവർ ഇന്ത്യൻ പട്ടാളത്തിൽ നേപ്പാൾ ഗൂർഖ റെജിമിനെ 40% ചേരുമായിരുന്നു. അവർ കഴിഞ്ഞ അഗ്നിവീറിൻ്റെ പരിപാടി ഒരാൾ പോലും ജോയിൻ ചെയ്യുന്നില്ല, അവർക്ക് വേണ്ട. ആരുടെ ഇത് പാളിച്ച്? ഇതാണ് ഈ പറയുന്നത് തെറ്റായ രീതിയിലുള്ള ഡിപ്ലോമസിയും ചില ധാരണയും വെച്ച് ഞാനാണ് എല്ലാം വലുത്, എൻ്റെ മുകളിൽ കൂടെ ഒന്നും സഞ്ചരിക്കത്തില്ല. ആ ധാരണ അതായത് ഏറ്റവും തെറ്റാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബംഗ്ലാദേശും നേപ്പാളും. ബംഗ്ലാദേശും നേപ്പാളിൻ്റെ ഡിപ്ലോമസി ഇന്ത്യയുടെ പരാജയമാണ്. അത് തെറ്റ് കാണിച്ച ആരാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. പരാജയം തന്നെയാണ്, അതിൻ്റെയാണ് ഇന്ന് അനുഭവിക്കുന്നത്. അതായത് ലോകത്തിലെ പവർഫുള്ളായൊരു രാജ്യത്തിൻ്റെ കോൺസുലേറ്റുകൾ അടച്ചുപൂട്ടുക, ഹൈക്കമ്മീഷനെ കല്ലെടുത്തെറിയുക, തീവെക്കാൻ പോവുക, ഇന്ത്യ നിർമ്മിച്ചു കൊടുത്ത നമ്മുടെ നളന്ദ സ്കൂൾ കത്തിക്കുക, ഹിന്ദുക്കളായിട്ട് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്കൂളിലും കോളേജിലും അതേപോലെ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ആരാണ് ഉത്തരവാദി? ഇതിനാണ് ഉത്തരം കൊടുക്കേണ്ടത്. അല്ലാതെ തള്ളി 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 മുന്നോട്ട് പോകരുത്. ഇടപെടേണ്ട സമയത്ത് ഫോർകാസ്റ്റ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടണം. അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരണം, സൗഹൃദമായ രീതിയിൽ തന്നെ. ബിഗ് ബോസ് അല്ല, ബിഗ് ബ്രദർ അല്ല, എന്താണെങ്കിലും നമ്മുടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു ഈ റീജിയൻ്റെ അകത്ത്. അത് മുഴുവനും പോയിന്റ് ഏറ്റവും വലിയ തെളിവാണ് ബംഗ്ലാദേശ്. അതാണ് ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്.